ഇത്രയും വർഷമായി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമല്ലാത്ത ഒരാൾ വന്നിട്ട് മോളുടെ കാര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഞാൻ കേട്ട് നിൽക്കില്ല. എന്റെ മോളെയും ചുമന്നുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് കടന്നളഞ്ഞത് നീയാ. ഒരു ഭർത്താവെന്ന നിലയ്ക്ക് ഞാൻ ചെയ്ത തെറ്റിനെ നിനക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ എന്റെ മോളുടെ ജീവിതത്തിന്റെ ഭാഗമാവണ്ടെന്ന് നീ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനമെടുത്തു? ശരി, അത് ഞാൻ ചെയ്തതിന്റെ ശിക്ഷയാണെന്ന് എന്നെ കരുതാം. ഇപ്പോഴും നിന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും എനിക്കില്ല. പക്ഷെ നീ കാരണം ഇന്നെന്റെ മോള് കരഞ്ഞു. അവളെ നീ അടിക്കാനായിട്ട് കൈ ഓങ്ങി. അതിനുള്ള അധികാരവും നിനക്കുണ്ടെന്ന് നിനക്ക് വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിനക്ക് നന്നായിട്ട് അറിയാം അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന്. അമ്മു ജികെയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. അയാളോട് മോള് കാണിക്കുന്ന സ്നേഹം കാണുമ്പോ നിനക്ക് അസൂയ തോന്നുന്നുണ്ട്. അതിന്റെ ദേഷ്യം നീ അമ്മുവിനോട് കാണിച്ചത്. ഗിരിയേട്ടൻ പറഞ്ഞത് ശരിയാ. അമ്മു ജികെയുടെ കൂടെ കറങ്ങാൻ പോകുന്നതും ഐസ്ക്രീം കഴിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഗിരിയേട്ടൻ ചെയ്യേണ്ട കാര്യങ്ങളാ അയാൾ ചെയ്യുന്നത്. ജിക്ക് അവളോട് കാണിക്കുന്ന വാത്സല്യം അമ്മു അവളുടെ അച്ഛനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് അയാളെ കാണാൻ തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ എനിക്ക് വിഷമം തോന്നി. അവൾ എന്നോട് അച്ഛൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഒരുപോലെയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഒരു നിമിഷത്തേക്ക് എന്റെ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ അവളെ അടിക്കാൻ ഓങ്ങി. അത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഗിരിയേട്ടനില്ല.